തൃപ്പൂണിത്തുറയിലെ 9ാം ക്ലാസ്സുകാരന്റെ മരണത്തിൽ കുട്ടിയുടെ അമ്മയ്ക്കെതിരെ ആരോപണങ്ങളുമായി അച്ഛൻ. മിഹിർ മരിക്കുന്ന സമയത്ത് ആരൊക്കെ അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തണം. മിഹിറിന്റെ അമ്മയും ബന്ധുക്കളും പറഞ്ഞതിൽ വൈരുദ്ധ്യമുണ്ട്. റാഗിംഗ് പരാതി PR സ്റ്റണ്ടിന്റെ ഭാഗമാണെന്ന് മിഹിറിന്റെ അച്ഛൻ ഷഫീഖ് മാടമ്പാട്ട് ആരോപിക്കുന്നു. കൊച്ചിയിൽ നിന്ന് നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിതിൻ, കുട്ടിയുടെ അമ്മ ആരോപിക്കുന്ന പരാതികൾ, ഉന്നയിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അച്ഛൻ തള്ളുകയാണ്. മിഹിറിന്റെ അച്ഛൻ എന്താണ് പറയുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്? തൃപ്പൂണിത്തുറയിലെ സ്കൂൾ വിദ്യാർത്ഥിയായ മിഹിറിന്റെ ആത്മഹത്യയിലാണ് ഇപ്പോൾ അച്ഛൻ ഇത്തരത്തിൽ ചില ആരോപണങ്ങളുമായി മുൻപിൽ വരുന്നത്. നേരത്തെ ഇന്നലെ തന്നെ ഈ പിതാവിന്റെ പരാതി, മിഹിറിന്റെ അച്ഛന്റെ പരാതി പോലീസിൽ നൽകിയത് വാർത്തയായിരുന്നു. അപ്പോൾ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മിഹിറിന്റെ അച്ഛൻ പങ്കുവയ്ക്കുന്നുണ്ട്. അതായത് മാധ്യമങ്ങളിൽ ഈ വാർത്തകൾ അടക്കം വരുന്നതിന് മുൻപ്, അതായത് ഈ റാഗിംഗ് അടക്കമുള്ള ആരോപണങ്ങൾക്ക് മുൻപ് തന്നെ ഇത്തരം കാര്യത്തിൽ താൻ ദുരൂഹത ആരോപിച്ച് താൻ പോലീസിലൊരു പരാതി നൽകിയിരുന്നു. ജനുവരി 21-നാണ് ഇത്തരത്തിൽ പോലീസിൽ പരാതി നൽകിയത്. അതിന് പിന്നാലെയാണ് മിഹിറിന്റെ മരണത്തിൽ ഇത്തരത്തിൽ റാഗിംഗ് അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അമ്മയടക്കം മുൻപോട്ട് വന്നതെന്നാണ് മിഹിറിന്റെ അച്ഛൻ പറയുന്നത്. സ്കൂളിൽ നിന്നും അപ്പാർട്ട്മെന്റിലെത്തി അതിനുശേഷം മിഹിർ മരിക്കുന്നത് വരെയുള്ള സമയങ്ങളിൽ എന്താണ് ആ വീട്ടിൽ നടന്നതെന്ന കാര്യം പോലീസ് കണ്ടുപിടിക്കണം. പ്രത്യേകിച്ച് ഈ മിഹിറിന്റെ രണ്ടാം അച്ഛനായ സലീം ഈ മിഹിറിനെ ഫോണിലടക്കം ബന്ധപ്പെട്ടിരുന്നു. പിന്നീട് അവിടെ എന്താണ് നടന്നതെന്ന് അന്വേഷിക്കണം. ഒപ്പം തന്നെ മിഹിർ മരിച്ച സമയത്ത് മിഹിറിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നുവെന്ന് ചില സാക്ഷിമൊഴികളിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കണമെന്നാണ് അച്ഛൻ ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ മിഹിറിന്റെ അമ്മയും ബന്ധുക്കളും തന്നോടും തന്റെ ബന്ധുക്കളോടും പറഞ്ഞതിൽ പല വൈരുദ്ധ്യങ്ങളുമുണ്ട്. മിഹിറിന്റെ അവസ്ഥ വീട്ടിൽ വളരെ മോശമായിരുന്നു. കഴിഞ്ഞ കുറെ കാലങ്ങളായി മിഹിർ ഒപ്പം ചില സ്ക്രീൻഷോട്ടുകൾ കൂടി പങ്കുവെക്കുന്നുണ്ട്. മിഹിറിന്റെ പിതാവ്, അതായത് മിഹിറിന്റെ പിതാവും കഴിഞ്ഞ കുറെ കാലമായി ചാറ്റ് ചെയ്തതിന്റെ ചില സ്ക്രീൻഷോട്ടുകൾ കൂടി പങ്കുവെക്കുന്നുണ്ട്. അതിൽ ഇത്തരത്തിൽ മാതാവ് തന്നെ ഉപദ്രവിക്കുന്നുണ്ട്, ബെൽറ്റ് കൊണ്ടടക്കം ഉപദ്രവിക്കുന്നുണ്ടെന്നും താനൊരു പരാജയമാണെന്നും തന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്നും അടക്കം തന്നോട് പറയുന്നുവെന്ന് മിഹിർ അച്ഛനോട് പറയുന്നതായി സ്ക്രീൻഷോട്ടിലുണ്ട്. ഏതായാലും ജെംസ് സ്കൂളിൽ നിന്നും മിഹിറിനെ മാറ്റിയത് താല്പര്യമില്ലാതെയാണെന്നും ഈ സ്കൂളുകളിലൊന്നും തന്നെ മിഹിർ യാതൊരു പ്രശ്നവും ഉണ്ടാക്കിയിരുന്നില്ല എന്നും എല്ലാം അച്ഛൻ പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ജെംസ് സ്കൂളിൽ നിന്നും ഇത്തരത്തിൽ മിഹിറിനെ മാറ്റിയത്, അത് തന്നോട് മറച്ചു വെച്ചത് എന്തിനാണ് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്നും ഒപ്പം തന്നെ ഈ റാഗിംഗ് എന്നത് ഒരു PR സ്റ്റണ്ട് മാത്രമാണ്, അതിൽ മാത്രമല്ലാതെ കൃത്യമായ അന്വേഷണം പോലീസ് നടത്തണമെന്നും ആവശ്യമാണ് ഇപ്പോൾ മിഹിറിന്റെ പിതാവ് മുൻപോട്ട് വയ്ക്കുന്നത്. ദിവ്യ.